നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹോം ടാബിലെ മറ്റൊരു രസകരമായ ഒരു സംഗതിയാണ്, ഒരു ഫംഗ്ഷനാണ്. ബേസിക്കലി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയും. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലിനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് നമുക്കിനി ഈ വീഡിയോയിൽ കാണാം. ഇത് ഓട്ടോമൊബൈൽ എക്സ്പെൻസ് ഫോർ SX4, എൻ്റെ ഒരു കാറിൻ്റെ SX4 എന്ന് പറയുന്ന കാറിൻ്റെ എക്സ്പെൻസസ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മന്തുണ്ട്. ഓരോ മാസവും വണ്ടി ഓടിയ കിലോമീറ്റർ ഉണ്ട്. ഓരോ മാസവും ആ കിലോമീറ്ററിനെ ബേസ് ചെയ്ത് എത്രമാത്രം പെട്രോൾ അടിച്ചെന്ന് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടൊക്കെ ഫോർമുലയാണ്. നമ്മൾ ഫോർമുല പഠിച്ചതുപോലെ പല സെല്ലിൽ നിന്നാണ് നമ്മൾ കോൾ ചെയ്തേക്കുന്നത്. ഈ ഡേറ്റ എന്ന് പറയുന്ന സെല്ലിൽ നിന്നാണ് ഇതൊക്കെ കോൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ള ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതും നമ്മൾ പഠിച്ചതുമായ ഫോർമുലകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ചിലവുകളാണ്. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇതും ഒരു ഫോർമുലയാണ് ബേസ് ചെയ്തേക്കുന്നത്. ഫ്യൂവലിൻ്റെ എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്യൂവലിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വെറും ഡെമോ വാല്യൂ മാത്രമാണ്. ഈ വാല്യൂ വെച്ചിട്ട് ഫ്യൂവലിൻ്റെ എക്സ്പെൻസസ്, പിന്നെ ഇത് സർവീസ് നടത്തിയ കോസ്റ്റ്, ടയർ റീപ്ലേസ്മെൻറ്റ് നടത്തിയ മാസം ഒക്ടോബറിലെ കോസ്റ്റ്, പിന്നെ മറ്റ് ചിലവുകൾ, അതിൻ്റെ എല്ലാം ടോട്ടൽ സമ്മാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം എൻ്റെ ഓട്ടോമൊബൈലിൻ്റെ എക്സ്പെൻസാണ് ഈ കാണുന്ന ഫൈനൽ റിസൾട്ട്. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. ഇപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നാന്ന് നോക്കാം. ഇപ്പോൾ ഒറ്റയടിക്ക് എനിക്ക് ഈ ഡാറ്റ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് 5000 രൂപയിൽ കൂടുതൽ ടോട്ടൽ എക്സ്പെൻസ് വന്ന മാസങ്ങളെന്ന് അറിയണം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ഒരു ഉദാഹരണം മാത്രം കേട്ടോ. എന്ത് ചെയ്യാം? നമ്മളിതിനെ സെലക്ട് ചെയ്യുന്നു, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ വരുന്നു, ഹൈലൈറ്റ് സെൽസ് ഓർ റൂൾസ് വരുന്നു, എന്നിട്ട് ഗ്രേറ്റർ ദാൻ കൊടുത്തിട്ട് ഞാൻ പറയാണ് 5000 രൂപയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ത് ചെയ്യണം? ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറയാം. ഇനി എനിക്കിത് വേണ്ട, എനിക്ക് കസ്റ്റമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ കസ്റ്റം ഫോർമാറ്റ് കൊണ്ടുവരാം. ഞാൻ കസ്റ്റം ഫോർമാറ്റിൽ പോയിട്ട് പറയുകയാണ് റെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറയാം. ഇതാണ് കസ്റ്റം ഫോർമാറ്റ്. എന്നിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, 5000 രൂപയ്ക്ക് കൂടുതലുള്ള മാസങ്ങളെല്ലാം എനിക്കിപ്പോൾ ഹൈലൈറ്റ് ചെയ്തു. ഇവിടെ 5600, 8000, 13500, 8520, 22. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഡാറ്റ കിട്ടി. അപ്പോൾ ഒരു കണ്ടീഷനെ വെച്ചിട്ട് ഫോർമാറ്റ് ചെയ്തേക്കുക. ഇനി വീണ്ടും ഞാനത് സെലക്ട് ചെയ്യുന്നു, അടുത്തൊരു കണ്ടീഷൻ ഉണ്ടാക്കുവാണ്, ഹൈലൈറ്റ് ലെസ്സർ ദാൻ 3000 രൂപയ്ക്ക് താഴെ വന്ന മാസങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയാം. എന്നിട്ട് ഞാൻ കസ്റ്റം ഫോർമാറ്റ് എടുക്കുന്നു. കസ്റ്റം ഫോർമാറ്റിൽ ഗ്രീൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു, വീണ്ടും ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇത് കണ്ടോ, 3000 രൂപയിൽ താഴെ വന്ന മാസങ്ങൾ ഇത് രണ്ടെണ്ണേ ഉള്ളൂ. എനിക്കിവിടെ റിസൾട്ട് കിട്ടി. അപ്പോൾ ഈ വളരെ രസകരമാണ്. നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് നമ്മുടെ ഒരു ഹ്യൂജ് ഡേറ്റയിലെ ഹൈലൈറ്റ് ചെയ്യേണ്ട വാല്യൂസ് ഇവിടെ കൊടുത്തേക്കുന്ന കണ്ടീഷൻസ് വെച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ നമ്മളിപ്പോൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ മാത്രമേ കണ്ടുള്ളൂ. ബിറ്റ്വീൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. ഇനി ടെക്സ്റ്റ് വാല്യൂ വെച്ച് കണ്ടുപിടിക്കാം. കണ്ടോ, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ്. ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിനെ വെച്ചിട്ട് നമുക്ക് സെല്ലിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൽ വരിക, മാനേജ് റൂളിൽ വരിക. നമ്മൾ 2 റൂളുകളാണ് ഇതുവരെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യണമെങ്കിൽ ഇതുണ്ടോ, എഡിറ്റ് റൂളുണ്ട്. എഡിറ്റ് റൂളിൽ പോയതിന് ശേഷം നമുക്ക് വേണ്ട എഡിറ്റിങ് വരുത്താം. ഇനി ആ റൂളെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഒരു റൂള് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സെല്ലിനെ ഫോർമാറ്റ് ചെയ്ത് കണ്ടീഷനെ ബേസ് ചെയ്ത് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിക്കാം. ഇനി നമ്മൾ കൂടുതൽ മുമ്പോട്ട് പോകും തോറും നമ്മുടെ വീഡിയോകളിലൊക്കെ കൂടുതൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ കാണും.